രണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കൾ അല്ലാഹുവിന്റെ പ്രവാചകനെ തന്നെ പറയുകയാണ്, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അല്ലാഹു രണ്ട് പെൺമക്കളെ കൊടുത്തു, രണ്ട് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും അമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പെൺമക്കൾ അല്ലാഹു കൊടുത്തു, ആ മക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും അമ്മയും നാളെ എന്റെ കൂടെയാണ് സ്വർഗത്തിലെന്ന് നബിയിന റസൂലുള്ളാഹി വടക്ക നബിയിന റസൂലുള്ളാഹി. രണ്ട് പെൺമക്കളുള്ള ഏതെങ്കിലും വാപ്പായും ഉമ്മയും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക. ഒന്ന് പൊക്കടോ, നിങ്ങളുടെ ഭാഗ്യവാന്മാരില്ലേ? ഒരു 10-12 പേരുണ്ട് താത്താമാര്. രണ്ട് പെൺമക്കളുള്ള താത്താമാരെന്ന് കൈവക്കിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പെൺമക്കൾ ആർക്കും വേണ്ട. ആദ്യത്തെ കൺമണി ആരായിരിക്കണം? പറയറോ എല്ലാത്തിനും ആണു മതി. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ആണ് മതി, പെണ്ണ് വേണ്ട. എല്ലാത്തിനും ആണു മതി. പെണ്ണെന്താ? പെണ്ണ് വന്നാൽ ചെലവ് കൂടുതൽ അവസ്ഥ അതാ. പെൺകുട്ടികൾ വന്നാൽ ചെലവ് കൂടുതലാ. എങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യത്തെ പ്രസവത്തിൽ പെണ്ണിനെയാണോ പ്രസവിച്ചത്, നീ രക്ഷപ്പെട്ടു, അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെൺകുട്ടികളെ വളർത്തി വിവാഹം കഴിച്ച് വിട്ട സ്വർഗവാ. മുത്തുനബി പറഞ്ഞത്, അവര് സ്വർഗത്തിൽ എന്റെ കൂടെ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും അടുത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഞാനും അവരും തമ്മിൽ സ്വർഗത്തിൽ ഇത്രയും അടുത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പെൺമക്കളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകന് പെൺമക്കളോട് വല്ലാത്ത സ്നേഹം. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നസീഹ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ സഹാബത്തും ഇങ്ങനെ വഅദിന്റെ സദസ്സിലുണ്ട്. നോക്കുമ്പോ ഒരു കുട്ടി, ഒരു ആൺകുട്ടി ഇങ്ങനെ ഓടി വന്നിട്ട് വാപ്പാടെ അടുക്കൽ ഓടി വന്നു. വാപ്പ മോനെ കണ്ടതും കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പിടിച്ചു മടിയിൽ കയറ്റിയിരുത്തി. പ്രവാചകനൊന്നും മിണ്ടിയില്ല, പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കുറെ സമയം കഴിഞ്ഞു. ആ മനുഷ്യന്റെ പെൺകുട്ടിയായ മകള് നേരെ വാപ്പാടെ അടുത്ത് വന്നു. മോൻ വന്നതുപോലെ വാപ്പാടെ അടുത്ത് വന്നതും വാപ്പ ആ പൊന്നുമോക്ക് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പിടിച്ച് താഴെ ഇരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗം നിർത്തി. എന്നിട്ട് ആ വാപ്പാട് പറഞ്ഞ്, ഒന്നിയിൽ മടിയിലിരിക്കുന്ന മോനെ താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ മോളെ കയറ്റി മടിയിലിരുത്തുന്ന നബി മുഹമ്മദ് മുസ്തഫ. ആ പെൺകുട്ടിയോട് വാപ്പ വേർതിരിവ് കാണിച്ചപ്പോ മുത്തുനബിക്ക് സഹിച്ചില്ല. അപ്പൊ തന്നെ മുത്തുനബി പറഞ്ഞു, ആ മകളെയും നീ കയറ്റിയിരുത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ പെൺകുട്ടികളായ മക്കളോട് വലിയ സ്നേഹം. ചരിത്രം നോക്ക്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കണ്ട നെറ്റിയിൽ ഉമ്മ വെക്കും. പാപ്പമാര് കേട്ടോണം, പ്രായപൂർത്തിയായ മക്കളെയും പിടിച്ച് കവിളിലല്ലോ നോക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. രണ്ടുപേർക്ക് നെറ്റിത്തടത്തിലാ ഉമ്മ കൊടുക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കൊക്കെ? രണ്ടുപേരുടെ നെറ്റിത്തടത്തിലാ ഉമ്മ കൊടുക്കേണ്ടത്. ആരുടെയൊക്കെന്നറിയോ? പറമനുഷ്യന്മാരെ, പെണ്ണുപിള്ളയുടെ, ഭാര്യയുടെ അല്ല. രണ്ടുപേർക്ക് പ്രായപൂർത്തിയായ പെൺമക്കൾ. ആ പെൺമക്കളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. രണ്ട് നമ്മുടെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ട പ്രവാചകൻ എന്ത് ചെയ്യും? നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കും. ഫാത്തിമ എന്ന് പറയുന്ന മകള് വീട്ടിൽ കയറി വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ചരിത്രം പറയാ, പെൺമക്കള് കയറി വന്നാൽ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം പെണ്ണിന്റെ കാൽ ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നത്. നിങ്ങൾ പഠിക്കണം. നമ്മൾ ചിന്തിക്കുക, ആണുങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗം കിടപ്പുണ്ടോ? ഇല്ല. ആരുടെ കാൽ ചുവട്ടിൽ? പെണ്ണിന്റെ കാൽ ചുവട്ടിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ തന്റെ പെൺമക്കളെ വല്ലാത്ത സ്നേഹം. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ട് പെൺമക്കളെ വളർത്തി വിവാഹം കഴിച്ച് വിട്ടാൽ അവര് സ്വർഗത്തിൽ എന്റെ കൂടെ ഇത്രയും അടുത്തു.
ഹജ്ജ് ചെയ്തവന് ഞാനും ഇങ്ങനെയെന്നല്ല പറഞ്ഞേ, ഉംറ ചെയ്തവന് ഞാനും, പള്ളി കെട്ടിക്കൊടുത്തവന് ഞാനും, നിസ്കരിക്കുന്നവനും ഞാനും, നോമ്പ് പിടിക്കുന്നവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് മുത്തുനബി പറഞ്ഞില്ല. പക്ഷേ 2 പെൺമക്കളെ വളർത്തി വിവാഹം കഴിക്കുന്ന വാപ്പ അള്ളാഹു സ്വർഗം ഓഫർ ചെയ്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പെൺമക്കളെ 18 വയസ്സുവരെ എത്തിച്ച് അവരെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നൊരു ജിഹാദാ. 2 പെൺമക്കളെ 18 വയസ്സ് വരെ എത്തിക്കണമെങ്കിൽ ആ വാപ്പായും ഉമ്മായി എത്ര കഷ്ടപ്പെടണം. കാരണം ഇന്നത്തെ കാലഘട്ടം അത്രയ്ക്കും വളരെ മോശമായ കാലഘട്ടം. നിങ്ങൾ ചിന്തിക്ക്, ഇന്ന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ വാപ്പായ്ക്ക് യോഗം ഉണ്ടാവില്ല. പണ്ട് നിങ്ങളൊക്കെ ആലോചിക്കുക, ഈ ഇരിക്കണ താത്താമാരൊക്കെ ആലോചിക്കുക, നിങ്ങളൊക്കെ ഒരു ദിവസം സ്കൂള് വിട്ട് വീട്ടിൽ കയറി ചെന്നപ്പോ വാപ്പ പറഞ്ഞു, ആമിന കല്യാണം ഉറപ്പിച്ചതുകൊണ്ട് ആ ഇരിക്കുന്നതാ പയ്യൻ, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പണ്ട് പെമ്മക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോ വാപ്പ എന്താ പറയണേ? കല്യാണം ഉറപ്പിച്ചിട്ട് മോളെ പഠിത്തമൊക്കെ നിർത്തിക്കോ, കല്യാണം ഉറപ്പിച്ചതുകൊണ്ടായിരിക്കുന്ന ആ പയ്യൻ. അള്ളാണ് ഒരൊറ്റ കരച്ചില, പെണ്ണുങ്ങൾ ഒരൊറ്റ നിലവിളി, കഴിഞ്ഞു എല്ലാം. പിന്നെ കല്യാണവും കഴിഞ്ഞ് മക്കളുമായി സുഖിച്ച് ജീവിക്കുന്നു. ഇന്ന് 17ഉം 18ഉം വയസ്സുള്ള മകള് വീട്ടിൽ കയറി ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കാനൊന്നും പോണ്ട, ഞാൻ തന്നെ അടിയക്കോട് ഒരുത്തനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ വിവാഹം കഴിച്ചു തരണം. പാപ്പ ചോദിക്കും, മോളെ അവൻ നമ്മുടെ ജാതി അല്ലല്ലോ, ഞാൻ സമ്മതിക്കൂലല്ലോ, ഞാൻ പോകും പാപ്പ, നിങ്ങൾ കെട്ടിച്ചേർന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പൊള്ളാണ പോവേ. കോടതി ഞാൻ പറയും, എനിക്ക് അവനെ മതി, എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ 18ആയി, ഞാൻ പോകും. ഇതാ ഇന്നത്തെ കാലഘട്ടം. കെട്ടിച്ചു കൊടുക്കാൻ പാപ്പമാർക്ക് യോഗ ഇല്ലാത്ത കാലമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് 2 പെൺമക്കളെ വളർത്തി കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുന്നല്ല, എങ്ങനെ വളർത്തണം അവിടെയാ വിഷയം. എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്? ആ മക്കളെ വളർത്തുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? ആൺമക്കളെ പോലെയല്ല, പെൺമക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ വളർത്തേണ്ടത്. പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. കാരണം ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ ലോകം നന്നാവും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ. ഖുർആൻ പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. അല്ലാഹു പറയുകയാ, നല്ല പറമ്പിൽ വിത്തിറക്കിയാലേ, നല്ല കൃഷി ഇറക്കിയാലേ നല്ല വിത്ത് കിട്ടൂ, വിളവ് കിട്ടൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും. നിന്റെ ഭാര്യമാര് നിന്റെ കൃഷിയിടമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാ. പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞേ. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അപ്പൊ ഒരു പെണ്ണ് നന്നായ അവളുടെ മക്കള് നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് വൃത്തികെട്ട ഭർത്താവിനെയും നന്നാക്കാൻ പറ്റും. ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നന്നാകില്ല എന്ന് കരുതിയ എത്രയോ ഭർത്താക്കന്മാരെ ഭാര്യമാര് നന്നാക്കിയ ചരിത്രമുണ്ട്. പിന്നെ നിന്റെ ഭർത്താവ് നന്നാകാത്തത് നീ നേരെയാക്കാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് സമയമില്ല റിസ്ക് എടുക്കാൻ. ഭർത്താവിന്റെ കള്ളുകൂടി നിർത്തണമെന്നൊരു ഭാര്യ വിചാരിച്ചാൽ പറ്റും. ഭർത്താവിന്റെ ഫോൺ വിളിയും മോശമായ ജീവിതവും നിർത്തണമെന്നൊരു പെണ്ണ് വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഇവര് വിചാരിക്കത്തില്ല, അവർക്ക് വേണ്ട, ഇവര് വിട്ടേക്കല്ല, അഴിച്ചുവിട്ടിരിക്കാം. അപ്പൊ ഒരു പെണ്ണ് നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാകും, കുടുംബം നന്നാകും, നാട് നന്നാകും, രാജ്യം നന്നാകും, ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ, ഒരു പെണ്ണ് പിഴച്ചാലോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞത്, അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, വളർത്തേണ്ടത് പോലെ വളർത്തുക. ഒരു വാപ്പാടെയും ഉമ്മായുടെയും ജോലിയാ മക്കളെ നല്ല നിലയിൽ വളർത്തുക. പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല. മദ്രസയെ പഠിപ്പിക്കണ ഉസ്താദല്ല നിന്റെ മക്കളെ നന്നാക്കേണ്ടത്. ആദ്യം നീ നന്നാക്ക് നിന്റെ മക്കളെ. അല്ലാഹ് ആര്, മുത്തുനബി ആര്, ദീൻ എന്ത്, നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുള്ളത്.
അത് മാതാപിതാക്കളുടെ ജോലിയാ. പിന്നെ ഉസ്താദന്മാര്, ആദ്യത്തെ ഉസ്താദ് നിങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിന്റെ പെൺമക്കളെ നീ നല്ലതുപോലെ വളർത്ത്, അവരെ അദബ് പഠിപ്പിച്ചു കൊടുക്ക്, അവർക്ക് നീ ലജ്ജ പറഞ്ഞു കൊടുക്ക്. ലജ്ജ എന്താണ്? ആകെ അങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതം കണ്ടാല്, അവരുടെ നടത്തം കണ്ടാല്, അവരുടെ സംസാരം കണ്ടാല്, അവരുടെ വസ്ത്രധാരണ കണ്ടാല് അല്ലാഹുവേ ലജ്ജ തോന്നുകയാണ്, സങ്കടം തോന്നുകയാണ്. പഠിച്ചവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ നടത്തവും സ്വഭാവവും കണ്ടിട്ടുണ്ടോ? പഠിച്ചവനെ, എന്തേ സഹോദര എന്തേ ഇങ്ങനെയായി പോയത്? ആകെ പഠിച്ചവനെ, ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്തൊക്കെ ഉസ്താദന്മാരെ കണ്ടാ തലമറയ്ക്കുമായിരുന്നു. ഉസ്താദിനെ കണ്ടാ തലയിൽ കിടക്കുന്ന ഷാലെടുത്ത് താഴെ കിടന്ന കാലവാ. പഠിച്ചവനെ, തലമറയ്ക്കാനെന്ന് പലർക്കും മടിയാണ്. മുടിയെല്ലാം അടിച്ചിട്ട് കൊണ്ടിങ്ങനെ അതാ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലെ തലമറയ്ക്കാൻ പഠിക്കുന്ന, തലമറയ്ക്കാൻ മടി കാണിക്കുന്ന, മുടി വെളിയിലിട്ടിരിക്കുന്ന പെണ്ണ്, കള്ളകരന്ന ശിക്ഷ എന്തെന്നറിയോ? പടച്ചറപ്പിന്റെ കോടതിയിലോ നരകത്തിലെ ഒരു തൊപ്പി നിന്റെ തലയിലേക്ക് വെക്കുകയാണ്. നിന്റെ തലയിലേക്ക് നാളെ ഒരു നരകത്തിന്റെ തീയുടെ തൊപ്പിയല്ലാതെ മലക്കുകളെ പടന്ന് വെച്ചു തരികയാണ്. തലച്ചോറിങ്ങനെ ഉരുകുകയാണ്. നിന്റെ തലയോട്ടി വേണം പടച്ചവരെ വിളിച്ചിറങ്ങുകയാ. അവര് ചെയ്ത പാപം കണ്ടുപിടിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, സംസ്കരിക്കാത്തത് കൊണ്ടല്ല, തലമറയ്ക്കാത്ത പെണ്ണ് നിനക്കുള്ള നാളെ തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പെങ്ങളെ തലമറയ്ക്കാൻ പഠിപ്പിക്ക്. എന്റെ മക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്, പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്ക്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു തലമുടി വെളിയിൽ കണ്ട നാളെ നീ അള്ളാന്റെ മുന്നിൽ എന്ത് പറയും? രക്ഷപ്പെടുമോ? ഒരു തലമുടി കണ്ടാൽ നരകത്തിന്റെ തൊപ്പി അള്ളാഹു നിന്റെ തലയിൽ വെച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവർ, ഇസ്ലാമിന്റെ നിയമം എന്താ? നിങ്ങൾ എന്താ പഠിക്കാത്തത്? ഇസ്ലാമിന്റെ നിയമം, അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. ഇത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിന്റെ അർത്ഥം സലാം പറയൽ ഒരു ദുആയ. എന്നാൽ ഒരു അന്യ പെണ്ണ് ആണിനോട് സലാം പറയാൻ പാടില്ല. ഒരു അന്യ പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല. എന്തിന്? മയ്യത്ത് പോലും കാണാൻ പാടില്ല. ഇതാ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം എന്ത്? മരിച്ച മയ്യത്ത് പോലും കാണരുത്. ഇതാ ഇസ്ലാമിന്റെ നിയമം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് നടക്കല്ലേ, സിമ്പിളായിട്ട് നിസ്സാരമായിട്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് കടന്നു വരികയാണ്. തലമറയ്ക്കാത്ത പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. അപസ്മാരമെന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, പിടന്ന് താഴെ വീഴുന്നു, കൈകാലുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്, വായിലൂടെ പറയുന്നവരെയും വരികയാണ്. പഠിച്ചവനെ, വല്ലാത്ത വേദനകളുടെ രോഗമാണ് അപസ്മാരത്തിന്റെ രോഗം. യാ റസൂലല്ലാഹ്, ആ രോഗം എനിക്ക് വരുന്നുണ്ട് നബിയോ, വല്ലാത്ത വേദനയാ നബിയോ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയോ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? എന്റെ രോഗമൊന്ന് മാറാ ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പെണ്ണ് പറയുമ്പോ റസൂലുള്ള പറയുന്ന പെണ്ണ്, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും, നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്.
പ്രവാചകനവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഇല്ല നീ ശമിക്കുകയാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, നബിയേ ദുആ ചെയ്യണ്ട, ഞാൻ സഹിക്കാൻ നബിയേ, വേദനകൾ മുഴുവനും ഞാൻ ശമിക്കാൻ തയ്യാറാണ്. എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞിട്ട് അവിടെ തിരിച്ചു നടക്കുകയാ. കുറച്ചെന്ന് മുന്നോട്ട് പോയി, പിന്നെയും ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മടങ്ങി വന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, രോഗം മാറാനല്ല, പിന്നെ എന്തിനെന്നറിയോ, അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്ന് താഴേക്ക് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് വെളിവാകുകയാണ്. അന്യപുരുഷന്മാര് കാണുന്നു, എന്റെ ശരീരം അന്യപുരുഷന്മാര് കാണുന്നു. എനിക്കതിഷ്ടമില്ല നബിയേ, എനിക്കതിഷ്ടമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ രോഗം പിടിച്ചു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ നബിയേ? രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഒരിക്കലും എന്റെ ശരീരം കാണാൻ പാടില്ല, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുത്തുനബിയോട് ദുആ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയുകയാ, പാപ്പാ നിന്നോട് പ്രത്യേകിച്ച് പറയുകയാ, മക്കള് ചോദിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നവര്, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് എന്റെ ഭാര്യയെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. തന്റെ പൊന്നാര മകൾക്ക് ജീൻസിന്റെ പാന്റ് വാങ്ങി കൊടുക്കുന്ന വാപ്പാ, പോലെ പടച്ചവനെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ, അതുകൊണ്ട് നിന്റെ പൊന്നാര മകൾ നിന്റെ മുന്നിലൂടെ നടക്കുമ്പോ നിനക്കറിയാം ഇത് പാപമാണെന്ന്, നിനക്കറിയുമല്ലോ. നിന്റെ പൊന്നാര മക്കളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ പൊന്നുമോട് നടക്കുമ്പോ ഇത് പാപമാണെന്ന് നിനക്കറിയാമല്ലോ. എത്താറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്നെയൊന്നും വെറുതെ വിടൂല, നിങ്ങളെ വെറുതെ വിടൂല. അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് അതിനെ നിസ്സാരമായി കളയുന്ന വാപ്പാ, അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവരാ. പ്രവാചകനവിടെന്ന് പറഞ്ഞു, 5 പെണ്ണുങ്ങള് ആണുങ്ങള് സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 പെണ്ണുങ്ങൾ, ഒരാള് സ്വർഗ്ഗത്തിൽ പോകുമ്പോ തടയും ഒരാണിനെ, ഒരു വാപ്പയെ. ഏതാ? എന്റെ പ്രിയപ്പെട്ടവർ, 5 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് നിന്റെ മകളാ. നിനക്ക് താടിയുണ്ട്, തഴമ്പുണ്ട്, നീ കമ്മിറ്റിക്കാരനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുമ്പന്തിയിൽ നിൽക്കുന്നവനാ. പക്ഷെ നിന്റെ മോള് നിന്റെ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? താത്തമാര് ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹ് കുത്തിയിട്ടടക്കും. അല്ലോ കണ്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഇറങ്ങുന്ന പോലെ. എന്ന തൊട്ടുപുറകിൽ ഒരെണ്ണം എഴുതും, സായിപ്പ് മാതാമ പോലും തോറ്റുപോകുന്ന രീതിയിൽ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നീ വിചാരിച്ച് രക്ഷപ്പെടൂന്ന്? ഇല്ല, അള്ളാഹ് നിന്നെ പിടിച്ചിർത്തും. അള്ളാഹ് നിന്നോട് ചോദിക്കും, എന്തിനാ താത്ത നീ ഒന്ന് കണ്ണ് തുറന്നു നോക്ക്. നിന്റെ 18 വയസ്സുള്ള 15 വയസ്സുള്ള മകള് ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് നാട്ടിയിറങ്ങിയ സ്വന്തം പിഴച്ചു. എന്തിനാ മറ്റുള്ളവനെ പിഴപ്പിക്കുന്നത്?
ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു കാരണമാകുന്നത് എന്തിനാ പെങ്ങളെ? അതുകൊണ്ട് മക്കളുടെ വസ്ത്രധാരണം നോക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ. അള്ളാന്റെ റസൂല്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഖുർആന പറഞ്ഞ അല്ല പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കണം. പാപ്പ കേറി വരട്ടെ, ഉമ്മ കേറി വരട്ടെ, അനുവാദം ചോദിച്ചിട്ടേ കേറാൻ പാടുള്ളൂ എന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. ഏതു മക്കള് 25, 20, 18, 15, 10 അല്ല, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ 3 സമയത്ത് അനുവാദം ചോദിക്കണം. 3 സമയം അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഏതാ 3 സമയം? 1 സുബഹിക്ക് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാല സമയം. 2 നട്ടുച്ച സമയം. 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കയറാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയം അല്ലേ? ഉറങ്ങാൻ എന്ത് രസവാ! വെളുപ്പാങ്കാല സമയത്ത് ഏറ്റവും മനോഹരമായ സമയം. അപ്പൊ ഇങ്ങനെ വാപ്പായും ഉമ്മായിക്ക് നല്ല ഉറങ്ങുന്ന സമയം. ഉദാഹരണം പറഞ്ഞ, നമ്മൾ ആണുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശമുള്ള ആണുങ്ങൾ മുഴുവനും കിടക്കുന്ന സമയത്ത് മുണ്ടെടുത്തിട്ടാ കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം തിരയണത്, അല്ല ഒരു മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ പടച്ചോനെ, മുണ്ടെവിടാന്ന് തിരയണത്. ഒരാളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യം തിരയുന്നത് മുണ്ട. കാരണം ചിലപ്പോൾ ഫാന്റെ മുകളിലായിരിക്കും, എവിടെങ്കിലും കിടക്കുന്നുണ്ടാകും. അതാവസ്ഥ. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, ഓർത്തു നോക്ക്. അപ്പൊ ഈ സുബഹിക്ക് മുമ്പുള്ള സമയം 7 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു മകനോ മകളോ റൂമിലോട്ട് കയറി വരുമ്പോ അള്ളാഹുവെ കോവളം ബീച്ചിൽ കിടക്കണ പോലെ വാപ്പ കിടക്ക, അല്ലെങ്കിൽ ഉമ്മയുടെ കിടത്ത അങ്ങനെയാണ്. അപ്പൊ ഈ മക്കൾ ഇത് കണ്ടാൽ ഒന്നും തോന്നില്ല. പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. അതാ ഖുർആൻ. അതാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. മാതാപിതാക്കളുടെ ഔറത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കണ്ടാ ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സൂക്ഷ്മത പാലിക്കണമെന്ന ഖുർആൻ പറഞ്ഞത്. എന്നാ ഇന്ന് വീട്ടിൽ ചെന്നാൽ 35 വയസ്സുള്ള വാപ്പ, 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 10-30 വയസ്സിന് താഴെ പ്രായമുള്ള ഉമ്മ, ഇവിടെ 15 വയസ്സുകാരൻ, ഇവിടെ 13 വയസ്സുകാരി ഇരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന ഇംഗ്ലീഷ് പടം വരെ കാണുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ കുടുംബം, അതാ പെങ്ങളെ കുടുംബം. അങ്ങനെ ആവണം കുടുംബം. നാണോ ഇല്ല, മാനോ ഇല്ല, ഇരുന്ന് കാണുക. വാ, കെട്ടിപ്പിടിച്ചിട്ട്. ഇപ്പത്തെ ഏത് സിനിമയിലും കിസ്സില്ലാത്ത സിനിമയില്ലല്ലോ. കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്ക. അല്ലാഹ് വാപ്പായും മക്കളും ഇരുന്ന് കാണാ. അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പരാതി, ഉസ്താദെ മക്കളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തും. വെറുതെ വളർത്തി ഇറച്ചിക്കോഴിയെ വളർത്തണ പോലെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കള് കേൾക്കണില്ലല്ലോ. എടാ, ഈ വഅദിന്റെ സദസ്സിൽ വന്നിട്ട് തലമറക്കടില്ല പെണ്ണുങ്ങൾ. പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും, ഇപ്പൊ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും. ഇതന്നെ അവസ്ഥ. എടാ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തിപ്പുറത്തൊക്കെ സീറ്റിൽ ഇരുന്നിട്ട് ഈ അമുസ്ലിമായി ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ. അപ്പൊ ഉസ്താദ് എങ്ങാണോ ഉണ്ടെങ്കിയോ കെട്ടി അങ്ങോട്ട് പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് തരും, ഉസ്താദ് കാണട്ടെ. ഇതാ ഇന്നത്തെ മക്കള്. ഇത് തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം. പാവവാ, തെറ്റാ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തേ നന്നാകാത്തെ? എല്ലാവരോടും ചോദ്യം, എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ നന്മ കേട്ടിട്ട് നമ്മൾ ആരും നന്നാകുന്നില്ല? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നന്നാകാത്ത എന്താ ചോദിക്കല്ലോ ഉസ്താദെ. 18 വയസ്സുള്ള എന്റെ മോളുടെ കാലി പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോകരുതെന്ന്. എന്നിട്ട് അവള് പോയി, ഉസ്താദെ എന്റെ മോക്ക് എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ എത്രയോ നാള് കൊണ്ട് വയല് കേൾക്കുന്ന, എല്ലാ വർഷവും ഇവിടെ വയലുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത് അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. നന്നാകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇമാം റാസി തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട് തന്റെ തഫ്സീറിൽ. ഈ ചരിത്രം കേൾക്കുമ്പോൾ നിനക്ക് തിരിയും. ഈ ചരിത്രം കേൾക്കുമ്പോ ഉസ്താദന്മാര് പറയണ്ട, പടിപടിയായിട്ട് മുടി വെട്ടിയാൽ അള്ളാന്റെ മലക്കുകൾ ശപിക്കും. പിന്നെ മലക്ക് ശപിച്ച എവിടെ എനിക്കെന്താ വളർത്തിക്കൊണ്ട് നടക്കാം. എടാ, പടിപടിയായിട്ട് മുടി വെട്ടുന്നവനെ മലക്ക് ശപിക്കുമെന്ന ഇതറിയാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടോ? പറവയെ പോലെ വളർത്തിക്കൊണ്ടാ നടക്കണം. എന്നെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ ആയിപ്പോയത്? ഈ ഒരൊറ്റ ചരിത്രം നീ മനസ്സിരുത്തി കേൾക്ക്. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചു കൊണ്ട് ഓടുകയാ. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, കാനത്ത് ഇംറഅത്തുൻ തസൂഖു ഫീ സുഖത്തിൽ മദീന. മദീനയുടെ തെരുവിലൂടെ യുവത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അവളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ് പ്രവാചകൻ എവിടെയാണ്? എനിക്ക് മുത്തുനബി ഒന്ന് കാണിച്ചു തരുമോ? ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് നിലവിളിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. സഹാബികൾ കാണിച്ചു കൊടുത്തു. പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്. അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് തൗബയുണ്ടോ? എന്റെ പാപം അല്ലാഹു പൊറുച്ചു തരുമോ? പ്രവാചകന്റെ മുന്നിൽ പോയി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നതോ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ കരച്ചു നിർത്തു, ഇവിടെ നിലവിളിയിൽ നിർത്തു. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഗൾഫിൽ പോകുന്നത് പോലെയാണ്. കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ നീ സനയിച്ചു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. അവിടുന്ന് പടച്ചവനെ കിടപ്പറ പങ്കിടുകയാണ്. അതിലൂടെ ഗർഭിണിയായി ഒന്ന് കളഞ്ഞില്ല, തലയ്ക്ക് കളഞ്ഞില്ല. ഭർത്താവ് നാട്ടിലില്ല, കുടുംബക്കാരുമില്ല. അതുകൊണ്ട് ആരുമറിയാതെ ചുമന്നുകൊണ്ട് നടന്നു. ഒരാളോട് പറഞ്ഞില്ല, ഒരാളെയും അറിയിച്ചില്ല. ഗർഭിണിയായത് കാരണം പറയാതെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. 9 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടുന്ന് ഒരു ആൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു നബിയേ. 9 മാസക്കാലം ഗർഭം ചുമന്നു. വേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോർ ആ ഉമ്മ തന്നെ കഴുത്ത് ഞെരിച്ചെന്ന് കൊല്ലുകയാണ്. എന്നിട്ട് മയ്യത്ത് കുഴിച്ചിട്ടില്ല. എന്ത് ചെയ്തെന്നറിയോ? ഈ പെണ്ണിനൊരു ജോലിയില്ലായിരുന്നു. സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. ഒരു സൈഡ് ബിസിനസ്സാണ്. പഠിച്ചവനെ സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട്. എന്ത് ചെയ്തെന്നറിയുമോ? എന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തു. എന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തു. ഏറ്റവും കൂടുതൽ പവർ കൂടിയ പഠിച്ചവനെ സുർക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചെടുക്കുകയാണ്. റോഡിലൊക്കെ നെല്ലിക്ക ഉപ്പിലിടാൻ വെക്കുന്നത് പോലെ, മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ സുർക്കയുടെ കുപ്പിക്കകത്ത് തന്റെ കുഞ്ഞിന്റെ മയ്യത്തെന്ന് വെച്ചടക്കുകയാണ്. അതിനകത്ത് കിടന്ന് അഴുകുകയാ. നിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് ഇങ്ങനെ അഴുകിയൊന്ന് ചേരുകയാണ്. നിന്റെ എല്ലുകളെ ദ്രവിക്കാൻ തുടങ്ങി. എല്ലാം അതിനകത്ത്
എത്തിച്ചേർന്നു, എല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു. ഒരടയാളവും കാണാനില്ല. ആ സമയത്ത് ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ, കച്ചവടം നടത്തി നബിയേ, ഞാനത് വിറ്റ് കാശ് വാങ്ങി നബിയേ. റസൂലുള്ളാഹി കരയുകയാ. കണ്ടനങ്ങളെ നിറഞ്ഞ താടിരോണത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തൊരു പാപമല്ല. പടച്ചവനെ വ്യഭിചരിച്ചു, വിചാരത്തിലൂടെ ഗർഭിണിയായി, ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നു, അതിനെ പ്രസവിച്ചു, അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുറുക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചു വെച്ചു. അതിനകത്ത് കടന്ന് അഴുകി എല്ലാം അതിനകത്ത് അലിഞ്ഞ് ചേർന്നു, ജ്യൂസ് അടിക്കണ പോലെ ആയി. അല്ലാഹുവേ, ആ സമയത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങി പെണ്ണ്. അള്ളാന്റെ റസൂല് കരയ, പടച്ചവനെ, ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് പറഞ്ഞത്, നീ ഇങ്ങനെയാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഫഇന്നി അറാ അന്നകി തറക്തി സ്വലാത്തൽ അസ്രി. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഉമ്മാ, കണ്ടവന്റെ കൂടെ ഓടിപ്പോയ നിന്റെ മോള് അസർ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാം, നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന നിന്റെ മക്കൾ സ്കൂള് വിട്ട് വന്ന ഉടനെ കുളിപ്പിച്ച് ചോറും കൊടുത്ത് മദ്രസയിൽ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ട്യൂഷന് പറഞ്ഞു വിടും. നീ അസർ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു നിന്റെ മക്കളെ.